അപ്പോൾ നമുക്കറിയാവുന്ന പോലെ സ്വാഭാവികമായിട്ട് പേപ്പർ നോക്കുന്നതിന് ഭയങ്കര സ്പീഡായതുകൊണ്ട് 5:30നും 6:00നും ഒക്കെ പോയ സമയങ്ങളുണ്ട്. അപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരെ കാണിക്കുന്ന ആ കരുതൽ ഞാൻ ഏറ്റവും ആദ്യം അനുഭവിക്കുന്നത് എക്കണോമിക്സ് കൂട്ടായ്മയുടെ ഒരു സഹകരണം മനസ്സിലാകുന്ന അന്നാണ്. അന്ന് തൊട്ട് നമ്മുടെ സത്യം പറഞ്ഞാൽ സ്റ്റാഫ് റൂമിനേക്കാളും സൗഹൃദവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എക്കണോമിക്സ് കൂട്ടായ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ട്രെയിനിങ്ങിലേക്കൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പേരെടുത്ത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, SRTമാരും GRTമാരായിട്ടുള്ള അധ്യാപകരൊക്കെ വേണ്ട രീതിയിലുള്ള ആ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും ഒക്കെ തന്നെന്ന് വളരെ സ്നേഹപൂർവ്വം പറയുന്നു. ഞാൻ 2014 അടുക്കം ഹയർ സെക്കൻഡറിയിലാണ് ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുക. അന്നേരമാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നത്. അന്ന് തൊട്ട് ബന്ധപ്പെട്ട് 2018 മേരികുളം സ്കൂളിൽ എത്തുന്നു. അവിടെ വെച്ച് ക്ലസ്റ്ററുകളിൽ പങ്കെടുക്കുന്നു. അവിടുന്ന് അധ്യാപകരെ പരിചയപ്പെടുന്നു. അവിടെയൊക്കെ സഹകരണം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്കണോമിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ ഡിമാൻഡ് സപ്ലൈ എന്നുള്ളത് മാത്രമല്ല പഠിപ്പിക്കുക, ജീവിതത്തിലെ സന്തുലിതാവസ്ഥയും കൂടെ എങ്ങനെ കാത്തുകൊള്ളണം എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ നമുക്ക് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ ഓരോരുത്തരും തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായിട്ടുള്ള വികസനത്തിന് വിഷയം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ട നിർണായക സമയത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന്, അവരെ മക്കളെ പോലെ കാണുന്നതിന് ഒക്കെ അവരുടെ സമയവും പണവും എഫോർട്ടും എല്ലാം ചെലവഴിച്ച അധ്യാപകരാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ 2018 സ്ഥിര സർവീസിലേക്ക് എത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പാലായിലാണ് മിക്കവാറും വാല്യൂഷൻ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്നെ അറിയാവുന്നവരും നേരിട്ട് അറിയാവുന്നവരൊക്കെ ഒത്തിരി പേര് കാണുകയില്ല. എന്നിരുന്നാലും ഇവരെ പറ്റി ഒക്കെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഓരോ അധ്യാപകരും അവർക്ക് എല്ലാവർക്കും ഭാവി ജീവിതത്തിൽ എല്ലാ ഭാവുകളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, അധ്യാപകരെന്ന് പറയുന്നത് മെഴുകുതിരി പോലെയാണ്. അവര് മറ്റുള്ളവർക്ക് പ്രകാശം നൽകി എരിഞ്ഞു തീരുമ്പോഴും ഒരു ഭാവി തലമുറയുടെ നല്ല ഭാവിയാണ് അവർ മുന്നിൽ കാണുക. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ റോയ് സാർ പറഞ്ഞ പോലെ, റോയ് സാർ പറഞ്ഞു റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അധ്യാപകരൊന്നും കോണ്ടാക്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ എന്നും വൈകുന്നേരം ലൈബ്രറിയിൽ ഒരുമിച്ചിരുന്ന് വായിച്ച് 9:30 വരെ വർത്താനം പറഞ്ഞ് കട്ടൻ കാപ്പിയും കുടിച്ച് കാറിൽ പോയി വർത്താനമൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോവുക. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കണം, ഞാൻ പേരൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. റോയ് സാറ്, അജിത് സാറ്, ജെയിംസ് സാറ്, അബ്രാംകുടി സാർ എത്തുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവരൊക്കെ ഈ കൂട്ടായ്മയിൽ വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോ എനിക്കറിയാം, നമ്മുടെ ബേബി സാർ എപ്പോഴും പറയും ഡൊമിനിക് സാറിന് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സുനിൽ സാറുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഒത്തിരി ഇല്ലെന്നറിയാം. പിന്നെ ജിജി സാറുമായിട്ട് വളരെ ബന്ധമുണ്ട് എനിക്ക്. മേരികുളത്തായിരുന്നപ്പോൾ തൊട്ട്, കട്ടപ്പന മേരികുളത്തായിരുന്നപ്പോൾ തൊട്ട് ജിജി സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു. വേണ്ട നിർദ്ദേശങ്ങളും സഹകരണങ്ങളും ഒക്കെ ജിജി സാറ് വളരെ സന്തോഷപൂർവ്വം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ദീപ ടീച്ചറ്, അനിയമ്മ ടീച്ചറ്, ജോൺ സാറ്, കിറ്റി ടീച്ചറ്, മറിയമ്മ ടീച്ചർ, ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നാളും സ്ഥിരമായിട്ട് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫാദർ അധ്യാപകനായിരുന്നു. പെൻഷനായി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സ്ഥിരമായിട്ട് 8:30 ആയപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന് ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ബുദ്ധിമുട്ടി പോവുക. അപ്പം നമുക്കറിയാം, ഇവിടെയുള്ള അധ്യാപകരൊക്കെ എന്തെങ്കിലും വേറെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവണം, മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോയി സമൂഹത്തിനും നാടിനും നല്ല സേവനം നൽകിയ അധ്യാപകർ, അവരുടെ ജീവിതം ഭാസുരമാകട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ എക്കണോമിക്സ് കുടുംബത്തിന്റെ സ്നേഹാദരങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് മുൻകൈ എക്കണോമിക് അസോസിയേഷൻ സെബാസ്റ്റ്യൻ സാറ്, ജോബി സാറ്, സജി സാർ തുടങ്ങിയ എല്ലാവരെയും ഒത്തിരി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.